ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അഗ്നി-4 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം വിജയകരം. രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തിൽ 200 കോടിയിലേറെ ഡോളറിന്റെ വർധനയെന്ന് റിസർവ് ബാങ്ക്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് NIT കാലിക്കറ്റിന്റെ 20ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് വിനായക ചതുർത്ഥി. ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ നിതികയ്ക്ക് വെള്ളി. പാരീസ് പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് ഉത്തർപ്രദേശ് സന്ദർശിക്കും. ഖൊരഗ്പൂർ ജില്ലയിലെ ആദ്യ സൈനിക സ്കൂൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഖൊരഗ്നാഥ് ക്ഷേത്രവും സന്ദർശിക്കും. ജഗദ്ഗുരു റാം ഭദ്രാചാര്യ ദിവ്യാംഗ് സർവകലാശാല സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിൽ ഉപരാഷ്ട്രപതി അധ്യക്ഷനാകും. ഇന്ത്യയുടെ അഗ്നി-4 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം വിജയകരം. ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നടത്തിയ വിക്ഷേപണം വിജയകരമായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എല്ലാ സാങ്കേതിക ഘടകങ്ങളും സാധൂകരിക്കുന്നതായിരുന്നു വിക്ഷേപണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് ശക്തി പകരാൻ വിക്ഷേപണത്തിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജമ്മുകശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടന പത്രിക മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ പുറത്തിറക്കി. സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ ജമ്മുകശ്മീർ തങ്ങളുടെ പാർട്ടിക്ക് ഏറെ പ്രധാനമാണെന്നും അനുച്ഛേദം 370 ചരിത്രത്തിന്റെ ഭാഗമായതായും അദ്ദേഹം പറഞ്ഞു. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഗാർഹി സാംബ്ല കിലോയ് സീറ്റിൽ നിന്നും മത്സരിക്കും. ഇന്നലെ കോൺഗ്രസിൽ ചേർന്ന ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജുലാനയിൽ നിന്ന് ജനവിധി തേടും. ഹരിയാനയിൽ 90 സീറ്റുകളിലേക്ക് ഒക്ടോബർ 5-നാണ് തിരഞ്ഞെടുപ്പ്. ത്രിപുരയിലെ പ്രളയക്കെടുതികൾ നേരിടുന്നതിന് പ്രത്യേക ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മണിക് സഹ. 564 കോടി രൂപയുടെ പാക്കേജാണ് പ്രളയബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് അധിക റേഷൻ ലഭ്യമാക്കാൻ 70 കോടി രൂപയാണ് പാക്കേജിൽ വകയിരുത്തിയിരിക്കുന്നത്. പ്രളയക്കെടുതികളിൽ 14,247 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കൂടുതൽ കേന്ദ്ര സഹായം ലഭിക്കുന്നതിന് യഥാർത്ഥ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നിവേദനം തയ്യാറാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വെള്ളപ്പൊക്കം നാശം വിതച്ച ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾക്ക് എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉറപ്പു നൽകി. തെലങ്കാനയിൽ ഖമ്മം ജില്ലയിൽ വെള്ളപ്പൊക്കത്തിൽ നശിച്ച പ്രദേശങ്ങളിൽ അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തി. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ചില ജില്ലകളിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തിൽ വർധന. 200 കോടിയിലേറെ ഡോളറിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് റിസർവ് ബാങ്ക് കണക്കുകൾ വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ വിദേശ നാണ്യ ശേഖരം 68,390 കോടിയിലെത്തിയതായാണ് റിസർവ് ബാങ്ക് രേഖകൾ വ്യക്തമാക്കുന്നത്. തുടർച്ചയായി 3-ാം ആഴ്ചയാണ് വിദേശ നാണ്യ ശേഖരം വർദ്ധിക്കുന്നതെന്ന് കഴിഞ്ഞ മാസം 30 വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 3 ആഴ്ചകളിൽ വിദേശ കറൻസി ആസ്തി 1,390 കോടിയിലെത്തിയതായി RBI അറിയിച്ചു. വിദേശ കറൻസി ആസ്തിയിൽ 148 കോടിയുടെ വർധനയും സ്വർണ്ണ ശേഖരങ്ങളിൽ 86.2 കോടിയുടെ വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ കറൻസി ആസ്തി 59,900 കോടി ഡോളറായും സ്വർണ്ണശേഖരം 6,186 കോടിയായും വർദ്ധിച്ചു. അതേസമയം സ്പെഷ്യൽ ഡ്രോയിംഗ് റൈറ്റ്സിൽ 0.9 കോടി വർദ്ധിച്ച് 1,847 കോടിയായതായും രേഖകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് പാലക്കാടും കോഴിക്കോടും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. NIT കാലിക്കറ്റിൽ വൈകുന്നേരം നടക്കുന്ന 20ാമത് ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. നാളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ശ്രീ ജോർജ് കുര്യൻ ഡൽഹിയിലേക്ക് തിരിക്കും. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആചരിക്കുന്നത്. വിനായക ചതുർത്ഥി ദിനത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഒരു റിപ്പോർട്ട്.
ഗണേശോത്സവത്തോടനുബന്ധിച്ച് 10 ദിവസം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിനായക ചതുർത്ഥി ദിനത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗണേശ വിഗ്രഹ നിമജ്ജനത്തോടെ ആഘോഷ പരിപാടികൾ സമാപിക്കും. വിഗ്രഹ നിമജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. പ്രകൃതിക്ക് ദോഷകരമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിക്കരുതെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. പടക്കങ്ങൾ, ഉച്ചഭാഷിണികൾ എന്നിവയുടെ ഉപയോഗത്തിലും നിയന്ത്രണങ്ങൾ ഉണ്ട്. ഉത്തരേന്ത്യയിലും ഏറെ പ്രാധാന്യമുള്ള ആഘോഷമാണ് ഗണേശോത്സവം. ഗണേശ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ആഘോഷങ്ങളിൽ പ്രധാനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്പെയിനിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 62 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഇനത്തിൽ ഇന്ത്യയുടെ നിതികയ്ക്ക് വെള്ളി. ഫൈനലിൽ യുക്രൈനിയൻ താരത്തോട് 1-4 നിതിക പരാജയപ്പെട്ടത്. കഴിഞ്ഞ വർഷം നടന്ന അണ്ടർ 20 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നിതിക സ്വർണം കരസ്ഥമാക്കിയിരുന്നു. വനിതകളുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഇനത്തിൽ ഹംഗേറിയൻ താരത്തെ പരാജയപ്പെടുത്തി നേഹ വെങ്കല മെഡൽ നേടി. വനിതകളുടെ 76 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഇനത്തിൽ ജ്യോതി ബെർവാൽ ഇന്നലെ സ്വർണം നേടിയിരുന്നു. നിലവിൽ 1 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവുമാണ് ഇന്ത്യ നേടിയത്. പാരീസ് പാരാലിമ്പിക്സിൽ 9ാം ദിനവും മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. ഇന്നലെ നടന്ന പുരുഷന്മാരുടെ ഹൈജമ്പിൽ പ്രവീൺ കുമാർ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയപ്പോൾ പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ ഹൊക്കാട്ടോ ഹൊത്തൈസെ സേമ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ പട്ടികയിൽ ഇന്ത്യ 17ാം സ്ഥാനത്താണ്. 6 സ്വർണം, 9 വെള്ളി, 12 വെങ്കലം എന്നിങ്ങനെ 27 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. നീന്തൽ, സൈക്ലിംഗ്, തുഴച്ചിൽ, അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മാറ്റുരയ്ക്കും. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ ഭാര്യ അക്കി ആബെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഷിൻസോ ആബെയുമായുള്ള സൌഹൃദം അനുസ്മരിച്ചുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ ശക്തിയിൽ അക്കി ആബെ അർപ്പിക്കുന്ന വിശ്വാസം ഇന്ത്യയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 2ാം വാർഷികം ദുബൈയിൽ വിപുലമായി ആഘോഷിച്ചു. ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രത്യേക സംഗമവും നടന്നു. കരാർ നടപ്പാക്കിയതിനു ശേഷമുള്ള ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ പുരോഗതിയും വിലയിരുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തിൽ CEP നാഴികക്കല്ലാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ഇന്ത്യൻ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ യതി പട്ടേൽ പറഞ്ഞു. 2022 മേയിലാണ് ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവച്ചത്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷയ്ക്ക് ശക്തി പകരുമെന്നും യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലുള്ള ചരക്കു ഗതാഗതം വേഗത്തിലാക്കുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ മെഡിറ്ററേനിയൻ ബിസിനസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ G20 അധ്യക്ഷത വഹിച്ചിരുന്ന കാലത്താണ് സാമ്പത്തിക ഇടനാഴി ആരംഭിച്ചതെന്നും ഇന്ത്യയും യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള സമന്വയമാണ് ലക്ഷ്യമെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. ബംഗ്ലാദേശ് പൌരന്മാർ അനധികൃതമായി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ അതിർത്തി രക്ഷാസേന ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് BSFും BGBയും യോഗം ചേർന്നു. ഇന്ത്യൻ പൌരന്മാരുടെയും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷയ്ക്കായി എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് BGP ഉറപ്പു നൽകി. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സ്ഥിതി സമാധാനപരമാണെന്ന് BSF അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ 4 കുട്ടികളടക്കം 12 പേർ മരിച്ചു. NH93യിൽ മീറ്റായി ഗ്രാമത്തിന് സമീപം ബസും മറ്റൊരു വാഹനവും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 16 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച CBI അന്വേഷണത്തെ ചോദ്യം ചെയ്ത് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കൽക്കട്ട ഹൈക്കോടതി അന്വേഷണം CBIയെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ പ്രതി എന്ന നിലയിൽ പൊതു താൽപര്യ ഹർജിയിൽ ഇടപെടാൻ സന്ദീപ് ഘോഷിന് അധികാരമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് 5ാം ദിവസത്തെ 2ാം മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെതിരെ അദാനി ട്രിവാൻഡ്രം റോയൽസിന് 5 വിക്കറ്റ് ജയം. കാലിക്കറ്റ് മുന്നോട്ട് വെച്ച 144 റൺസ് വിജയലക്ഷ്യം 18.1 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നാണ് ട്രിവാൻഡ്രം റോയൽസ് വിജയം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അഗ്നി 4 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം വിജയകരം. രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തിൽ 200 കോടിയിലേറെ ഡോളറിന്റെ വർധനയെന്ന് റിസർവ് ബാങ്ക്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് NIT കാലിക്കറ്റിന്റെ 20ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് വിനായക ചതുർത്ഥി. ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ.
അണ്ടർ-20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ നിധികയ്ക്ക് വെള്ളി. പാരീസ് പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.